മാന്യ പ്രേക്ഷകർക്ക് ഇലഞ്ഞൂർ ബ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് അല്ലെങ്കിൽ കാണാൻ പോകുന്ന വീഡിയോ നമ്മുടെ നാട്ടിൽ ധാരാളമായി ഉണ്ടായിരുന്ന, എന്നാൽ നമുക്കാർക്കും ഇതിൻ്റെ ഗുണങ്ങളെപ്പറ്റി വലിയ അറിവില്ലാത്തതുമായ ഒരത്ഭുത പച്ചക്കറി അഥവാ പഴത്തെപ്പറ്റിയാണ്. അതിൻ്റെ പേര് പപ്പയ്ക്ക എന്നാണ്. വിവിധ നിറങ്ങളിൽ ഒക്കെ നമുക്കിന്ന് ഇതിൻ്റെ വിത്തുകൾ അല്ലെങ്കിൽ തൈകൾ വാങ്ങിക്കാൻ കിട്ടും. ഓമയ്ക്ക എന്ന് പറയുമ്പോൾ നിരവധി ഔഷധ ഗുണങ്ങളടങ്ങിയ ഒരു പച്ചക്കറിയാണ് അല്ലെങ്കിൽ പഴമാണ് ഓമയ്ക്ക. വളരെ എളുപ്പത്തിൽ കൃഷി ചെയ്യാവുന്നതും വലിയ ചിലവൊന്നുമില്ലാതെ എല്ലാ സമയങ്ങളിലും നമുക്ക് ഫലം തരുന്നതുമായ ഒരു ഭക്ഷ്യ വിളയാണ് ഓമയ്ക്ക. കേരളം ഒഴിച്ചുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും വൻ പ്രാധാന്യത്തോടെ വളർത്തുന്ന ഈ ഓമയ്ക്ക് നമ്മൾ വലിയ പ്രാധാന്യമൊന്നും കൊടുക്കാറില്ല. നമുക്കുണ്ടാകുന്ന മിക്ക അസുഖങ്ങളും ഫലപ്രദമായി പ്രതിരോധിക്കാൻ കഴിയുന്ന ഒരു ഭക്ഷ്യ വസ്തു കൂടിയാണ് ഓമയ്ക്ക. ഓമയ്ക്ക പഴുത്ത് ആ പഴത്തിനകത്ത് നിന്നും കിട്ടുന്ന വിത്ത് നട്ടാണ് ഇത് സാധാരണയായി ഇതിൻ്റെ തലമുറകളെ അഥവാ പുതിയ വിത്തുകൾ നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നത്. ഇന്ന് വിവിധ നിറങ്ങളിലുള്ള പിന്നെ ഓമയ്ക്കയുടെ തൈകൾ നഴ്സറികളിൽ ലഭ്യമാണ്. നമ്മുടെ നാട്ട് ഇനങ്ങളായ പച്ച ഇനത്തിൽപ്പെട്ട വീഡിയോയിൽ കാണുന്ന തരത്തിലുള്ള പച്ച ഇനത്തിൽപ്പെട്ടതും അതുപോലെ തന്നെ ചുവന്ന ഇനത്തിൽപ്പെട്ടതുമായ ഓമ നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ലഭ്യമാണ്. അപ്പോൾ ഈ വീഡിയോ ഇടുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെയാണെങ്കിലും ഈ കഠിനമായ ചൂടുകാലത്ത് മിക്ക ഓമകളും കായ്ഫലം തരുന്നില്ല എന്ന ഒരു പരാതി വ്യാപകമായി ഉണ്ട്. അതിൻ്റെ കാരണങ്ങളിലേക്കാണ് നമ്മളിപ്പോൾ വിരൽ ചൂണ്ടുന്നത്. കാരണം നമുക്കറിയാവുന്ന പോലെ തന്നെ ഈ ഓമ ഏറ്റവും കൂടുതൽ വെള്ളം ആവശ്യമുള്ള ഒരു ഫലവൃക്ഷം കൂടിയാണ് ഈ ഓമ അഥവാ പപ്പായ എന്ന് പറയുന്നത്. കാരണം ഇതിൻ്റെ തണ്ട് തൊട്ട് ഇല തൊട്ട് കായ്കൾക്ക് വരെ ഏറ്റവും കൂടുതൽ ജലാംശം ആവശ്യമാണ്. അപ്പോൾ ഇതിന് നല്ല രീതിയിൽ ജലസേചനം നടത്തിയെങ്കിൽ മാത്രമേ ഈ കഠിനമായ വരൾച്ചയിൽ നമുക്ക് ഓമയ്ക്ക ലഭിക്കത്തുള്ളൂ. അപ്പോൾ ഈ ഓമയ്ക്ക മറ്റുള്ള പച്ചക്കറി പോലല്ല, ഏത് തരത്തിലുള്ള വിഭവങ്ങൾ ഉണ്ടാക്കാനും ഇത് ഉപയോഗിക്കാം. അതായത് ഓമയ്ക്ക നമുക്ക് തോരനായിട്ട്, മെഴുക്കുവരട്ടിയായിട്ട്, അതുപോലെ തന്നെ എരിശ്ശേരിയായിട്ട്, അങ്ങനെ നിരവധി വിഭവങ്ങൾ നമുക്ക് ഇതിലൂടെ ഉണ്ടാക്കാം. ഒപ്പം പഴുത്ത് കഴിഞ്ഞാൽ ഏറ്റവും സ്വാദിഷ്ടവും ഫലഭൂയിഷ്ടവുമായ ഒരു പഴം കൂടിയാണ് നമുക്ക് ഈ ഓമയ്ക്ക എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഓമയ്ക്ക എങ്ങനെ ഉണക്കുകാലത്ത് ഏറ്റവും കൂടുതൽ നമുക്കിത് ഉൽപ്പാദനം വർദ്ധിപ്പിക്കാം എന്നുള്ളതിനെ പറ്റിയാണ് ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, ഈ ഓമ ദുർബലമായ തണ്ടുകളുള്ളതിനാൽ ഇത് ഒരുപാട് ഉയരത്തിലേക്ക് പോകുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കായ്കളുടെ ഭാരം വർദ്ധിക്കുകയും തൽഫലമായി ഇത് ഒടിഞ്ഞു വീഴാനുള്ള സാധ്യത ഉണ്ടാവുകയും ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഓമ സാധാരണ ഒരു 1.5 ആൾ ഹൈറ്റൊക്കെ ഉയരമൊക്കെ ആവുന്നുണ്ടെങ്കിൽ മുറിച്ച് കളയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് അങ്ങനെ മുറിച്ച് കളയാതിരിക്കാൻ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഏതാണ്ട് കായ്ഫലത്തിന് മുമ്പ് തന്നെ നല്ല രീതിയിൽ നട്ട് കായ്ഫലത്തിന് മുമ്പ് തന്നെ നമ്മൾ എന്ത് ചെയ്യുക, ഇതിൻ്റെ പകുതി വെച്ച് നമ്മളൊന്ന് മുറിച്ച് കളഞ്ഞാൽ ഇത് 2 or 3 ശിഖരങ്ങളായിട്ട് ഇത് വളർന്നു വരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാവുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഉയരം കുറഞ്ഞു മാത്രമേ ഇത് വളരത്തുള്ളൂ. തന്നെയുമല്ല, പൊട്ടിക്കിളിക്കുന്ന ഓരോ ശാഖയിലും ധാരാളമായ കായ്കൾ നമുക്ക് ലഭ്യമാവുകയും ചെയ്യും. അപ്പോൾ ഇതിൻ്റെ വളപ്രയോഗങ്ങളെപ്പറ്റി നമുക്ക് അടുത്തൊരു വീഡിയോ ഇടാം. ഇപ്പോൾ നമ്മൾ ജലസേചനത്തെ പറ്റിയാണ് നമ്മൾ വീഡിയോ ഇടുന്നത്. നമ്മൾ ചെയ്യേണ്ടത്, ഈ ഓമയുടെ ചുവട് ഭാഗത്ത് നമ്മൾ ഒരു തടം ശരിയാക്കുക എന്നുള്ളതാണ്. അതായത് ചുവട് ഭാഗമാണ് തടം ശരിയാക്കുക. ഈ തടം ശരിയാക്കിയതിന് ശേഷം നമ്മുടെ 2 രീതിയിൽ നമുക്കിതിന് ജലസേചനം ഒപ്പിക്കാം. നമ്മൾ അടുക്കളയിൽ നിന്നുമൊക്കെ നമ്മൾ കളയുന്ന വെള്ളം ഏതെങ്കിലും ഒരു പാത്തിയിലൂടെ, അതായത് ആസ്പെറ്റോസിൻ്റെയോ അല്ലെങ്കിൽ PVC പൈപ്പിൻ്റെ പാത്തിയിലൂടെ നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ചുവട്ടിലോട്ട് നമുക്ക് കടത്തിവിടാൻ സാധിക്കും. അതുമല്ലെങ്കിൽ നമുക്കൊരു ക്യാനോ മറ്റ് പാത്രങ്ങളോ വല്ല ഉപയോഗിച്ച് ആഴ്ചയിൽ ഒരു 3 ദിവസം ഇതിൻ്റെ ചുവട് നന്നായി നനച്ചു കൊടുക്കുകയാണെങ്കിൽ ഈ ഓമ ഈ കഠിനമായ ഉണക്ക് ഭംഗിയായി കായ്ക്കും. അതിൻ്റെ ഉദാഹരണമാണ് ഇതിപ്പോൾ കഠിനമായ ഉണക്കാണ്. കഠിനമായ ഉണക്കത്ത് ഇപ്പം ഏപ്രിൽ ഏറ്റവും കൂടുതൽ ഉണക്ക് നേരിടുന്ന ഒരു സീസണാണ്. ഇപ്പോഴും ഈ ഓമ സമർത്ഥമായി കായ്ച്ചു നിൽക്കുകയാണ്. ഇതിനോടൊപ്പം തന്നെ മറ്റൊരു കളറിലുള്ള ഒരു ഓമയുണ്ട്, അതും സമർത്ഥമായി കായ്ച്ചു നിൽക്കുകയാണ്.
അപ്പോൾ ഇതെങ്ങനെയാണ് ഇങ്ങനെ സമർത്ഥമായി കായ്ച്ചു നിൽക്കുന്നത് എന്ന് ഉള്ള പരീക്ഷണത്തിലൂടെ വിജയിച്ച കാര്യങ്ങളാണ് ഞാനിപ്പോൾ ഇലഞ്ഞൂർ വ്ലോഗിൻ്റെ പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കുന്നത്. ഇത് ചെയ്തത് അടുക്കളയിൽ നിന്നും അതുപോലെ തന്നെ നമ്മൾ കൈ കഴുകുന്നതുമൊക്കെ വെള്ളം ഒരു പാത്തിയിലൂടെ ഈ ഓമയുടെ ചുവട്ടിൽ വന്ന് വീഴാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കി. അങ്ങനെ നമ്മൾ ഒരു പക്ഷേ ഉപയോഗശൂന്യമായി കളയാമായിരുന്ന ഈ വെള്ളം ഈ ഓമയുടെ ചുവട്ടിലെത്തുകയും അങ്ങനെ മികവുറ്റ കായ്ഫലം ഇപ്പോൾ ഈ ഓമ തന്നുകൊണ്ടിരിക്കുകയുമാണ് ചെയ്യുന്നത്. ഇത് നമ്മുടെ ഇലഞ്ഞൂർ വ്ലോഗിൻ്റെ പ്രേക്ഷകർ ഒന്ന് പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഭക്ഷണ പദാർത്ഥങ്ങൾ, പ്രത്യേകിച്ചും പച്ചക്കറികൾക്ക് അനുദിനം വില കൂടിക്കൊണ്ടിരിക്കുന്നു ഒന്ന്. പിന്നെ മറ്റൊന്ന്, അന്യനാട്ടിൽ നിന്നും വരുന്ന പച്ചക്കറികളാണ് ഇപ്പോൾ നമ്മുടെ കമ്പോളങ്ങളിൽ വ്യാപകമായി നമുക്ക് ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്. വർഷങ്ങളായി അന്യനാട്ടിൽ നിന്നും വരുന്ന പച്ചക്കറിക്കെതിരെ ഒരു പരാതിയുണ്ട്. അതായത് നിരോധിത മരുന്നുകൾ, വിഷമരുന്നുകൾ, കീടനാശിനികൾ വരെ ഉപയോഗിച്ച വിളവെടുത്ത പച്ചക്കറികളാണ് നമ്മുടെ സംസ്ഥാനങ്ങളിൽ വന്നു ചേരുന്നത് എന്നൊരു ഒരു പരാതി വളരെ മുമ്പ് തന്നെ ഉണ്ട്. അതിൻ്റെ ശരി യാഥാർത്ഥ്യങ്ങളിലേക്ക് ഇപ്പോൾ നമ്മൾ പോകുന്നില്ല. എന്തായാലും ഇലഞ്ഞൂർ വ്ലോഗിൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ, നമുക്ക് ഉള്ള സ്ഥലത്ത് ഇതേപോലെ ഒരു ഓമ നട്ടുപിടിപ്പിക്കുക. നേഴ്സറികളിൽ ധാരാളമായി വിവിധ തരത്തിലുള്ള ഓമകൾ നമുക്ക് തൈകൾ വാങ്ങിക്കാൻ കിട്ടും, വിത്തുകൾ വാങ്ങിക്കാൻ കിട്ടും. എന്നാലും നമ്മുടെ നാടൻ ഓമയ്ക്കയുടെ കറി നമ്മൾ കഴിക്കുമ്പോഴുണ്ടാകുന്ന ആ സ്വാദും ആ ഗുണവും മറ്റ് വിദേശ ഇനം ഓമയിൽ ലഭ്യമാകുമോ എന്ന് നമ്മളൊന്ന് മനസ്സിലാക്കണം. പിന്നെ ഇത് നമുക്ക് ഡ്രമ്മിൽ ഇപ്പോൾ ഇത് വളർത്തുന്ന ഒരു സമ്പ്രദായം വന്നിട്ടുണ്ട്. ഡ്രമ്മിൽ എങ്ങനെയാണ് വളർത്തുന്നത് വെച്ചാൽ, ഇത് ഗ്രാഫ്റ്റ് ചെയ്യുന്നു വെച്ചാൽ അത് അടുത്തൊരു വീഡിയോയിൽ ഞാനിടാം. ആ ഗ്രാഫ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഉയരം കുറഞ്ഞ് നമുക്കിത് വളർത്തിയെടുക്കാൻ സാധിക്കും. അപ്പോൾ കായ്കൾ ചെറുതായിരിക്കും. വളം ശരിക്കും ചെയ്തു കൊടുക്കണം. ഇപ്പം നമ്മൾ ഒഴിക്കുന്നതിനെക്കാട്ടിൽ ജലസേചനം നമ്മൾ ചെയ്തു കൊടുക്കണം. അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഉയരം കുറഞ്ഞ രീതിയിൽ നമുക്ക് ഡ്രമ്മിൽ ഓമയ്ക്ക വളർത്തിയെടുക്കാൻ സാധിക്കും. അപ്പോൾ ഓമയ്ക്ക നിരവധി രോഗങ്ങൾ ചെറുക്കാനുള്ള ഒരു മരുന്ന് കൂടിയാണെന്ന് ഞാനൊരു സൂചന തന്നിരുന്നു. അതിൽ 1-2 ഉദാഹരണങ്ങൾ കൂടി ഞാൻ പറയാം. ഇപ്പോൾ നമ്മുടെ ഇടയിൽ കേരളീയർ നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട രോഗമാണ് മുട്ടുവേദന. മുട്ടുവേദനയെപ്പറ്റി പറയുമ്പോൾ പ്രധാനമായിട്ടും ആയുർവേദ വൈദ്യന്മാർ പറയുന്നത് യൂറിക് ആസിഡ് സന്ധികളിൽ അടിഞ്ഞുകൂടുന്നതിൻ്റെ ഫലമായിട്ടാണ് മുട്ടുവേദന എന്നാണ് പറയുന്നത്. അത് എന്തു തന്നെയായാലും ശരി, ഓമയ്ക്കായുടെ നല്ല വിളവാവാത്ത ഒരെണ്ണം എടുത്ത് അത് തൊലിയോടുകൂടി തന്നെ കഴുകി പിന്നീട് തൊലി നീക്കം ചെയ്ത് അത് ആയിട്ടരിഞ്ഞ് വെള്ളത്തിനകത്തിട്ട് ഭംഗിയായി വെന്ത് അതിൻ്റെ വെള്ളം രാവിലെ വെറും വയറ്റിൽ ഒരു 20 ദിവസത്തോളം സ്ഥിരമായിട്ട് ഓരോ ഗ്ലാസ് വെള്ളം കുടിച്ചാൽ യൂറിക് ആസിഡ് മൂലമുണ്ടാകുന്ന സന്ധിവേദന പൂർണ്ണമായും ഫലപ്പെട്ടു എന്ന് അനുഭവസ്ഥരായ കുറേ ആളുകൾ നേരിട്ട് തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതൊരു സത്യം തന്നെയാണ്. പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ, ഈ ഓമയുടെ ഇല തളിരില്ല ഒരു മികച്ച ഔഷധമാണ്. നമ്മുടെ രക്തത്തിലെ കൗണ്ട് കുറഞ്ഞുണ്ടാകുന്ന ഒരു അസുഖമുണ്ട്. ഈ അസുഖത്തിന് എല്ലാ ചികിത്സകളും പരാജയപ്പെടുമ്പോഴും നമുക്ക് ആശ്രയിക്കാവുന്ന ഏക ഔഷധമാണ് ഓമയുടെ തളിരില നമ്മൾ പറിച്ചെടുത്ത് അത് ചതച്ച് അതിൻ്റെ നീര് കുടിക്കുക എന്നത്. അത് ഏതാനും ദിവസങ്ങൾ നമ്മളങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ ആ രോഗം മാറിയതായിട്ട് അനുഭവസ്ഥർ വ്യക്തമാക്കുന്നു. ഇത് രണ്ടും വളരെ വിലപ്പെട്ടതാണ്. ഒട്ടനവധി ആൾക്കാർക്ക് പ്രയോജനപ്പെട്ടതാണ്. ഒരുപാട് രൂപ ചിലവഴിച്ച് രോഗങ്ങൾ മാറാത്തവർക്ക് ഇത് പ്രയോജനപ്പെട്ടുള്ളതാണ്. നമുക്ക് പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. പിന്നെ വ്യാപകമായിട്ട് വ്യവസായ അടിസ്ഥാനത്തിൽ ഇത് ചെയ്യുകയാണെങ്കിൽ ഇത് കയറ്റി അയക്കുന്നതോടൊപ്പം തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു സംഗതി, ഈ ഓമയുടെ കറ എടുക്കാമെങ്കിൽ അത് നമുക്ക് എക്സ്പോർട്ട് കയറ്റി അയക്കാൻ പറ്റുന്നതാണ്. അങ്ങനെ നിരവധി ആയ പ്രയോജനങ്ങളുള്ള, നമ്മളാൽ ശ്രദ്ധിക്കപ്പെടാതെ കിടക്കുന്ന ഈ ഓമയെ പരിചരിക്കേണ്ടത് നമുക്ക് ആവശ്യമാണ്. അതുപോലെ തന്നെ അന്യ സംസ്ഥാനങ്ങളെ ആശ്രയിച്ച് പച്ചക്കറികൾ വാങ്ങിക്കുന്ന ശീലമുള്ള നമ്മൾ നാടൻ ഓമകൾ വച്ചു പുലർത്തി പരിപാലിച്ചാൽ നമുക്ക് നമ്മുടെ പണച്ചെലവ് ലാഭിക്കാനും വിഷരഹിതമായ പോഷകസമ്പുഷ്ടമായ പച്ചക്കറി ആയിട്ട് ഉപയോഗിക്കാനും നമുക്ക് സാധിക്കും. ഇത് അന്യം നിന്നുകൊണ്ടിരിക്കുന്ന ഒരു വിള കൂടിയാണെന്ന് സൂചിപ്പിക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർ, ഇളം തലമുറയ്ക്ക് ഈ ഓമയുടെ കാര്യങ്ങൾ, ഓമയുടെ ഗുണങ്ങൾ, ഓമ നടുന്ന രീതികളൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കുകയും
നമ്മുടെ നാട്ടിൽ നിന്നും അന്യം നിന്നുകൊണ്ടിരിക്കുന്ന ഈ ഓമ ഉൾപ്പെടെയുള്ള ഫലവൃക്ഷങ്ങൾ സംരക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകതയെപ്പറ്റി ബോധ്യപ്പെടുത്തുകയും അങ്ങനെ നമ്മുടെ നാട്ടിൽ തന്നെ നമുക്ക് ആവശ്യമുള്ള പച്ചക്കറികൾ, പ്രത്യേകിച്ചും പോഷകസമ്പുഷ്ടമായ പച്ചക്കറികൾ ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള അവസരം സംജാതമാക്കുവാൻ നമുക്ക് കൂട്ടായിട്ട് എത്തിക്കാം, കൂട്ടായിട്ട് പരിശ്രമിക്കാം. പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങൾ മറക്കരുത്. ആദ്യമായിട്ടാണ് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഇതിനോടൊപ്പമുള്ള ബെല്ലൈക്കൺ അമർത്താമെങ്കിൽ ഞങ്ങളിടുന്ന വീഡിയോകൾ അപ്പോഴപ്പോഴ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. നിങ്ങളുടെ ഓരോരുത്തരുടെയും പൂർണ്ണമായ സഹായവും സഹകരണവും സാദരം പ്രതീക്ഷിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.